ഈ ആദിവാസി പെൺകുട്ടികൾ അവർ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ പരാതി നൽകുമ്പോൾ അവർക്കിപ്പോൾ നിയമസംരക്ഷണം നൽകാൻ CPI നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നുവെന്ന് പറയുന്നു. അവരും ഉടൻ തന്നെ പരാതി നൽകുമോ? അതിന് അവർക്ക് എങ്ങനെയൊക്കെ പിന്തുണ കിട്ടുന്നുണ്ട് ഛത്തീസ്ഗഡിലെ മറ്റു പാർട്ടികളിൽ നിന്നോ സംഘടനകളിൽ നിന്നോ ഒക്കെ? അവർ പരാതി നൽകും. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ഇവിടെയായിരുന്നു, റായ്പൂരിലും ഒപ്പം ദുർഗിലുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെയാണ് അവർ നാരായൺപൂരിലേക്ക്, സ്വന്തം നാട്ടിലേക്ക് എത്തിയത്. ഇന്നലെ അവർ എത്തിയത് മുതൽ CPIയുടെ അവിടെയുള്ള നേതാക്കളാണ് സംരക്ഷണം നൽകുന്നത്. കാരണം ബജ്രംഗ് ദൾ പ്രവർത്തകരിൽ നിന്ന് ഏതെങ്കിലും നിലയിലുള്ള ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല മൊഴി മാറ്റി പറയിക്കാനുള്ള ശ്രമം ഉണ്ടാവാനും ഇടയുണ്ട് എന്നതുകൊണ്ട് തന്നെ CPI സമ്പൂർണ്ണമായി അവരുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ അവർ CPIയുടെ നാരായൺപൂരിലെ ഓഫീസിലാണുള്ളത്. അല്പസമയത്തിനകം അവർ നാരായൺപൂരിലെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകും. ഞങ്ങളെ തടഞ്ഞു വെച്ചു, അസഭ്യം പറഞ്ഞു, പൊതുവിചാരണ നടത്തി എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകുക. മാത്രമല്ല പരാതി നൽകിയ ശേഷവും അവർക്ക് വേണ്ട സംരക്ഷണം നൽകുമെന്ന് CPI പറഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന ആഗസ്റ്റ് 6-ാം തീയതി നാരായൺപൂരിൽ 1000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന വലിയ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും എന്ന് CPI അറിയിച്ചിട്ടുണ്ട്. എന്തായാലും